ഞാൻ ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠചാൽ ചപ്പത്തിലാണ്. പുതിയ പാലം പണിയുകയോ നിലവിലുള്ള ചപ്പാത്ത് ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ഇവർ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. മഴ പെയ്തു പോയാൽ ഞങ്ങൾക്ക് ഇവിടെ കയറാനൊക്കെ ഞങ്ങൾ ഈ പുഴയും കൊണ്ട് ഞങ്ങൾ ഒത്തിരി ദുരിതപ്പെടുന്നുണ്ട്. അത് കയറാൻ ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അത് വരുമ്പോൾ ഒക്കെ ഞങ്ങൾ കുട്ടിയുടെ വീട്ടിലിരിക്കുന്നത്. അതുങ്ങൾ വരാനും ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഞാൻ ഇവിടുത്തെ ഒരു പഴയ ആളാണ്. അത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര കാര്യം. ഇതുകൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു മെച്ചവും തൽക്കാലം ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ദുരിതങ്ങൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ ഈ വന്ന് പെട്ടുപോയി ആ അവസ്ഥ. മഴ പെയ്ത പിന്നെ വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് അക്കരയ്ക്ക് വീട്ടിലിരിക്കുന്നവർക്ക് സമാധാന സ്വസ്ഥയായിട്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ പാലത്തിന്റെ ഇതൊക്കെ ഒന്ന് ശരിയായി കിട്ടിയാൽ ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയ പുണ്യമെന്ന് ഞങ്ങൾക്ക് തോന്നും. അങ്ങനെ അത്രയും കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ദുരിതങ്ങൾ മാത്രം ആ സാർമാരും കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ വില. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. ഞാനിവിടെ പഴയ ആളാണ്. അതുകാരണം ഇവിടുത്തെ എല്ലാ അനുഭവങ്ങളും എനിക്കറിയാം. അപ്പൊ അതേപ്പറ്റിയാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗം എന്ന് മാത്രം. ഞങ്ങളുടെ തലമുറയ്ക്കാണെങ്കിലും അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നു. എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇത് തന്നെ, ഈ അമ്മ പറഞ്ഞത് തന്നെ. ഇവിടെ ഞങ്ങൾ ഏറെ കാലമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. ഇവിടെ വെള്ളം കൂടുതൽ കാരണം ഞങ്ങൾക്ക് മഴ പെയ്ത് ഈ പാലത്ത് വെള്ളം കയറിയാൽ ഞങ്ങൾ അത് കരയാവും. ഇത് ഇക്കരയാവും. പുഴയ്ക്ക് അക്കരെ ഉള്ളവർ അക്കരെ റോഡിലുമാവും. നമുക്ക് ഒരാഴ്ച 15 ദിവസമൊക്കെ ഇവിടെ മഴവെള്ളം കെട്ടി നിൽക്കാറുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യാത്ര സൗകര്യം ഇല്ല. പിന്നെ വലിയ വെള്ളത്തിൽ എന്തെങ്കിലും ഭയങ്കര അത്യാവശ്യം രോഗമൊക്കെ വന്നാൽ ഞങ്ങൾ വള്ളം വരും. വള്ളത്തിൽ കയറി വലിയൊരു തരത്തിലാണ് ഞങ്ങൾ അക്കരെ പോയി പറ്റുന്നത്. അത് രോഗമൊക്കെ ആണെങ്കിലാണ്, അല്ലാതെ ഒന്നും ഒരു സാധനവും ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റൂല, കിട്ടുകയുമില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് എത്രയും നന്നായിട്ട് ഒരു പാലം ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെയല്ല ഇനി വരുന്ന കുഞ്ഞു പിള്ളേർക്കും ഒരു അനുഗ്രഹമായി വരുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ അപേക്ഷയും. മനുഷ്യനും വന്നാൽ ഞങ്ങൾക്ക് കിടക്കാനും നോക്കിയല്ല. രാത്രി ആയാലും ഞങ്ങൾക്ക് മുറ്റത്തിറങ്ങാൻ പേടിയാണ്. പിന്നെ അക്കരയ്ക്ക് ഇക്കരയ്ക്കും കടക്കാനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതാണ്. അപ്പോൾ അവർക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചുറ്റുമട്ടത്ത് മൊത്തം വെള്ളം കയറും. ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പോലുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാകാറില്ല. ചെറിയൊരു വെള്ളം ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് അക്കരയ്ക്ക് ഇക്കരയ്ക്കും പോകാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും കിട്ടാറില്ല. പിന്നെ വെള്ളം കുറഞ്ഞു കഴിയുമ്പോഴാണ് ഞങ്ങൾക്കൊരു ആശ്വാസമാകുന്നത്. അതൊക്കെ എനിക്കും പറയാനുള്ളൂ. പാലത്തിൽ വെള്ളം കയറി സ്കൂളിൽ പോകാൻ പറ്റില്ല. ഇനി പോയാൽ തന്നെ ഞങ്ങൾ കോതമംഗലത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് 6 മണിയൊക്കെ ആവും. അപ്പൊ ഇരുട്ടൊക്കെ ആയിട്ട് വഞ്ചി വെക്കൂല. ഭയങ്കര ബുദ്ധിമുട്ടാ വരാനൊക്കെ. സ്കൂളിൽ പോകണല്ലേ? പാലം മുങ്ങി കഴിയുമ്പോഴത്തേക്കും സ്കൂൾ വിടും. കുറെ ദിവസം സ്കൂളിൽ പോവാണ്ടിരുന്നിട്ടുണ്ട് പാലം മുങ്ങി. പിന്നെ ആന വീടിന്റെ പുറകിൽ വരെ നേരത്തെ വന്നിട്ടുള്ളൂ. ഇപ്പം വീടിന്റെ മുറ്റത്ത് വരെ ഈ വർഷം വന്നു. ആവശ്യമാണ്. അതുപോലെ തന്നെ ആനശല്യമാണ് ഞങ്ങൾക്ക്. ഒരിക്കലും എന്നെ ആന നേരം വെളുത്ത 6 മണിയായപ്പോൾ ഞാൻ റോഡിൽ കൂടെ നടന്നു പോരുമ്പോൾ എന്നെ ആന ഓടിച്ച് അവശതയാക്കിയ ഞാൻ ഓടി കരഞ്ഞ് അലറി വിളിച്ചുകൊണ്ടാണ് ഞാൻ ഓടിയത്. എന്നിട്ട് ആന എതിരെ പോയെന്ന് എനിക്കറിയില്ല. പറമ്പിന്റെ രാവിലെ ഒരു വീടിന്റെ മുറ്റത്ത് ആന നിൽക്കുന്നത് കണ്ടത്. അപ്പൊ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്തല്ല. അതുകൊണ്ട് ദൈവമേ എന്നെ നീ രക്ഷിക്കണേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. ഇത് നമ്മുടെ മുൻ മെമ്പർ ഷിനോറ്റി വർക്കിയാണ്. അദ്ദേഹത്തിനോട് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. എന്താ ഇവിടുത്തെ മഴക്കാലത്തെ പ്രശ്നങ്ങൾ? ഇത് ഈ ചപ്പാത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠചാൽ, വെള്ളാരംകുത്ത്, ഉറിയംപെട്ടി മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ചപ്പാത്ത് ആണ് ഞങ്ങളുടെ ഏക ഗതാഗതമാണ്. വർഷകാലത്ത് ഒരു 3-4 മാസക്കാലം ഞങ്ങൾ ഒറ്റപ്പെടുകയാണ്. ഈ പ്രദേശത്ത് ഈ ചപ്പാത്തിനാകെ 1.5 മീറ്റർ 2 മീറ്റർ താഴെയാണ് ഉയരമുള്ളൂ. ഏകദേശം ഒരു 4 മീറ്ററോളം ഉയരത്തിൽ വെള്ളം ആ സമയത്ത് വരും. അപ്പൊ പല ദിവസങ്ങളിലും ആളുകൾ അക്കരെ ഇക്കരെ ഒറ്റപ്പെടും. വളരെ കഷ്ടതയാണ് ഈ ആളുകൾക്ക്. ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഈ പ്രദേശം. 500-ൽ പരം കുടുംബങ്ങൾ വെള്ളാരംകുത്ത്, ഉറിയംപെട്ടി, മണികണ്ഠചാലായിട്ടുണ്ട്. വേനൽക്കാലങ്ങളിൽ വാരിയം കോണിയടക്കമുള്ള ആളുകൾ ഈ റോഡാണ് ഉപയോഗിക്കുന്നത്. ബഹുമാനപ്പെട്ട ഗവൺമെന്റ് വളരെ അടിയന്തരമായി ഈ ചപ്പാത്ത് പാലമാക്കി ഉയർത്തി പണിയണമെന്നാണ് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റു പ്രശ്നങ്ങൾ തന്നെ നിങ്ങൾക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്നത്? വേറെ കാലത്ത് ഇവിടെ ഉള്ളത് കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ഇവിടെ എല്ലാം കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ആനയുടെ ശല്യം വളരെ രൂക്ഷമാണ്. പകൽക്കാലങ്ങളിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ തെങ്ങ്, കമുക്, വാഴ ഈ സാധനങ്ങളൊന്നും കർഷകർക്ക് കിട്ടുന്നില്ല. ഈ പട്ടയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? അത് വലിയൊരു സംഭവമാണ്. കാരണം ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനോ അവർ വിവാഹം കഴിച്ചയപ്പിക്കുന്നതിനോ ഈ നാട്ടിലുള്ള ആർക്കും ഒരു ബാങ്ക് ലോൺ ലഭിക്കുന്നില്ല.
ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പട്ടയം കിട്ടുമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ കിട്ടാത്തതുകൊണ്ട് ജനങ്ങളാകെ സങ്കടത്തിലാണ്. തീർച്ചയായിട്ടും ഒരു ബാങ്ക് ലോൺ ചെല്ലുമ്പോൾ അവർ നമ്മുടെ പട്ടയമാണ് ചോദിക്കുന്നത്. പട്ടയം കൊടുക്കാൻ ഞങ്ങൾക്ക് ആർക്കും ഈ ഗ്രാമത്തിൽ ആർക്കും പട്ടയമില്ല. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോലും കൈവശരേഖ മാത്രമേ ഉള്ളൂ. അതും ബാങ്കുകാർ അനുവദിക്കുന്നില്ല. പട്ടയം വളരെ അടിയന്തരമായി കൊടുത്തെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. മഴ പെയ്താൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്നത് ആഴ്ചകളോളം. മഴക്കാലത്താണ് ഇവരുടെ ദുരിതം ഇരട്ടിയാവുന്നത്. ഞങ്ങള് കുട്ടമ്പുഴ പഞ്ചായത്തില് മണികണ്ഠൻചാൽ വാർഡിൽ വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചു വരുന്ന പ്രദേശവാസികളാണ്. ഈ മണികണ്ഠൻചാൽ ചപ്പാത്ത് നമുക്ക് നിലവിൽ നേരത്തെ നമുക്ക് ഇതൊരു അനുഗ്രഹമായിരുന്നെങ്കിൽ പോലും ഇപ്പൊ കാലഘട്ടങ്ങൾ മാറി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഈ ചപ്പാത്ത് എന്ന് പറയുന്ന ഈ ചപ്പാത്തിന്റെ മേൽഭാഗം മാത്രമല്ല ഇതിന്റെ അടിവശം എപ്പോഴാണ് ഒലിച്ചു പോകുന്നതെന്ന് അറിയില്ലാത്ത മട്ടില് അതിന്റെ അടിയിൽ ഇട്ടിരിക്കുന്ന മുഴുവൻ കോൺക്രീറ്റുകളും സാധനങ്ങളും ഒഴുകി പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നമ്മുടെ മേഖലയിലേക്ക് പുറത്തേക്കോ അല്ലെങ്കിൽ ഏഴാം വാർഡിൽ നിന്ന് എട്ടാം വാർഡിലേക്ക് പോകാൻ ഒരു വണ്ടിക്ക് പോകാനോ പറ്റില്ല. ആശുപത്രി സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് വന്നാലും മരണം സംഭവിച്ചാലും ഈ വാർഡിൽ തന്നെ കിടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല ഈ വെള്ളപ്പൊക്ക സമയത്ത് നമുക്ക് അരി അടക്കമുള്ള മറ്റു സാധനങ്ങൾ ഞങ്ങൾ മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ വെച്ച് ഇവിടെ സ്റ്റോക്ക് ചെയ്താണ് ജീവിക്കുന്നത്. ഈ മണികണ്ഠൻചാൽ പാലം എന്നുള്ളത് ആവശ്യമല്ല, ഞങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ജീവന്റെ നിലനിൽപ്പിനും വേണ്ടി ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് നടപ്പിലാക്കി കിട്ടേണ്ടത്. കിട്ടിയാൽ ഞങ്ങളുടെ ഒരു ദൈവാനുഗ്രഹമായി കാണുന്നു. ഇനി നമുക്ക് മുൻ മെമ്പറോട് ചോദിച്ചു നോക്കാം. ഞാൻ കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടിയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ പേര് ഫ്രാൻസിസ് ആന്റണി എന്നാണ്. ഞാനിപ്പോൾ നിലവിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ട്രൈബൽ ആംബുലൻസ് ഓടിക്കുകയാണ്. കാരണം മണികണ്ഠൻചാൽ പ്രദേശത്ത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വണ്ടികൾ അങ്ങോട്ട് പാസ് ചെയ്യില്ല, കടന്നു പോകില്ല. 2-3 ദിവസമൊക്കെ പാലം മുങ്ങി കിടക്കാറുണ്ട്. എമർജൻസി ആയിട്ട് ഒരു മെഡിക്കൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വണ്ടി കൊണ്ട് അക്കരയ്ക്ക് പോയി ആളെ കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ പാലം മുങ്ങി കിടക്കുമായിരിക്കും. പിന്നെ അവരെ വഞ്ചിക്കൊക്കെ അക്കരെ കെട്ടി ആണ് ആശുപത്രി കൊണ്ടുപോകണം. അല്ലാതെ വരുമ്പോൾ ഞാൻ ആളുകളെ കയറ്റാൻ വേണ്ടി ഇവിടെ വരുമ്പോഴത്തേനും പാലം മുങ്ങിക്കിടക്കും. ഇക്കരെ പൂയംകുട്ടി കിടന്നിട്ട് വഞ്ചിയിൽ ആളുകൾ ഇക്കരെ കൊണ്ടുവന്നതിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സാഹചര്യം. അടിയന്തരമായിട്ട് നമ്മുടെ കുട്ടമ്പുഴ സർക്കാർ ബന്ധപ്പെട്ട അധികാരികളിന് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി ഇതിന് അടിയന്തരമായിട്ട് ഇവിടെ ഒരു പാലം ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പാലത്തെ കുറിച്ച് എന്നാ പറയാ? പാലം ഉടനെ തന്നെ വേണം. പാലത്തിലും ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല. പറഞ്ഞതുപോലെ ആംബുലൻസ് അക്കരെയാണെങ്കിൽ ഇങ്ങനെ കയറാൻ പറ്റില്ല. അങ്ങനെയുള്ള കാലാവസ്ഥ ഇവിടെ ഉണ്ടാവും. എന്റെ പേര് മാത്യു എന്നാണ്. ഞാൻ മണികണ്ഠൻചാലിൽ താമസിക്കുന്ന ആളാണ്. പാലത്തിന്റെ ഇക്കരെ പറയുന്നത് മണികണ്ഠൻചാൽ എന്നാ പറയുന്നത്. മണികണ്ഠൻചാലിൽ മനുഷ്യൻ കയറിയിട്ട് 10-60 വർഷമായി. ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ വിഷയം അതാണ്. യാതൊരുവിധ ആനുകൂല്യവും ഇല്ലാത്ത കൃഷിക്കാരാണ്. ഈ കൃഷിക്കാരുടെ കൃഷികൾ മുഴുവൻ ആന, പന്നി, കുരങ്ങ്, അണ്ണാന് മുഴുവൻ നശിപ്പിച്ചിട്ട് കൃഷിക്കാർ മുഴുവൻ ഈ 50 കൊല്ലം ജീവിച്ചിട്ട് നിരാശയിലാണ്. ഞാനൊക്കെ ഇതേ മരണത്തോടടുത്തിരിക്കുന്നു, രോഗിയാണ്. ഇപ്പം ജീവിക്കാൻ നിവൃത്തിയില്ലെന്നായി. 50 കൊല്ലം വളർന്നിട്ട് ഈ പെൻഷൻ അല്ലാതെ യാതൊരു വകയും മിച്ചമില്ല. മാസത്തില് ഈ കിട്ടുന്ന പെൻഷൻ ഇപ്പൊ 3 മാസം 6 മാസം ആകുമ്പോഴാണ് കിട്ടുന്നത്. ഇപ്പം യാതൊരുവിധ നിവൃത്തിയില്ലാതെ ജീവിക്കുക. കൃഷി മുഴുവൻ 50 കൊല്ലം വളർന്നിട്ട് ആനയും പന്നിയും അണ്ണാനുമായിട്ട് അത് മുഴുവൻ തീർത്തു. ഇപ്പൊ പറയുമ്പോ ചങ്കു പൊട്ടുവാണ്. മഴക്കാലത്ത് നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്നാ? മഴക്കാലത്തെ പ്രധാന പ്രശ്നം ഈ വെള്ളവും പാലമാണ്. ഒരു മഴ പെയ്താൽ അന്നേരം തന്നെ ഇവിടെ എല്ലാവരും പേടിച്ച് ഭീഷണിയായിട്ടിരിക്കുക. എല്ലാവർക്കും പേടിയാണ്. വെള്ളം വരുന്നുണ്ടെന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. പിള്ളേർക്ക് പഠിക്കാൻ പോലും സമയമില്ല. രാവിലെ പിള്ളേർ പള്ളിക്കൂടത്തിൽ പോയാൽ വൈകിട്ട് വരുന്നവരെ രക്ഷകർത്താക്കൾ കാവലിരിക്കുവാണ്. ഒരു പെൺപിള്ളേര് 15 വയസ്സ് 16 വയസ്സായ പെൺകൊച്ച് സ്കൂളിൽ പോയിട്ട് 5 മണിക്കും 6 മണിക്കും വന്നില്ലെങ്കിൽ ആ തള്ളയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ? ആ തള്ള ആഹാരം പോലും കഴിക്കാതെ നോക്കിയിരിക്കുവാണ്. കുട്ടികൾ വന്നില്ല, കൊച്ചു വന്നില്ല എന്നും പറഞ്ഞു. ഈ അവസ്ഥ ജീവിക്കുന്നത് 1 കൊല്ലം അല്ലെന്നേ, 2 കൊല്ലവും അല്ല, 5 കൊല്ലവും അല്ല, 10 കൊല്ലവും അല്ല, 50 വർഷമായി ഇവിടെ ജീവിക്കുന്നത്. 50 വയസ്സ് ആയ പിള്ളേരാണ്. അന്ന് പള്ളിക്കൂടത്തിൽ പോകാൻ മാർഗമില്ല. കുട്ടമ്പുഴയും കോതമംഗലത്തും പോകണം. ഇന്ന് സ്കൂളിൽ പോകാൻ സൗകര്യമുണ്ട്, വണ്ടിയുണ്ട്, വണ്ടി അക്കരെ കിടക്കും, ഇക്കരയ്ക്ക് വരാൻ മാർഗമില്ല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. കുട്ടമ്പുഴ പഞ്ചായത്ത് പുറലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വളരെ ഒറ്റപ്പെട്ട് കിടന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തട്ടേക്കാട് പാലം വന്നതോടുകൂടി കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഒരുപാട് അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു, ഒരുപാട് പുരോഗതി വന്നു. എന്നാൽ അതേ അവസ്ഥയിൽ തന്നെ ഇപ്പൊ ഞങ്ങൾ മണികണ്ഠൻചാൽ പ്രദേശവാസികൾ ഈ പാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുക. കാരണം പുറലോകമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രകൃതിയിൽ മഴയുടെ ഭയങ്കരമായ കുത്തൊഴുക്കുള്ളപ്പോൾ എപ്പോഴും പാലം മൂടിപ്പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. കഴിഞ്ഞ മാറി മാറി വന്ന സർക്കാരുകളെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്.
ഈ അടുത്ത കാലങ്ങളിലായിട്ട് സോയിൽ ടെസ്റ്റ് ഒക്കെ നടത്തി ഇവിടുന്ന് പോയതാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇതനുസരിച്ച് പാലം നിർമ്മിച്ചു കൊടുക്കണമെന്ന ഉത്തരവുമുള്ളതാണ്. എന്നാൽ ഇക്കാലമായിട്ടും ഞങ്ങൾക്ക് ഈ പാലത്തിന് അനുമതി കിട്ടുകയോ ഇതിന്റെ പണികളെ കുറിച്ച് യാതൊരു കാര്യങ്ങളും ഞങ്ങൾക്ക് നടപ്പായി കിട്ടിയിട്ടില്ല. ഞങ്ങളെപ്പോലുള്ളവരെക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ പുതിയൊരു തലമുറയ്ക്കെങ്കിലും ഒരു ജീവിതത്തിൽ സമഗ്രമായ ഒരു മാറ്റം വരുവാൻ ഇവിടെ ഒരു പാലം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അനുവദിച്ച് കിട്ടണമെന്നാണ് പറയാനുള്ളത്. വർഷങ്ങളോളമായി ഇവിടെ ഈ ദുരിതം അനുഭവിക്കുന്നു. അതായത് ഉറിയമ്പട്ടി, വാര്യ എന്നീ മേഖലകളിലെല്ലാം ആദിവാസികൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ഏക ആശ്രയം ഈ പാലമാണ്. വെള്ളം കയറി കഴിയുമ്പോൾ ഈ ഗതാഗതം സ്തംഭിച്ചു പോകുമ്പോൾ കുടിയിലുള്ള ആദിവാസികൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല. അത് സാധിക്കാത്തത് ഇവിടെ ഒരു പാലം ഇല്ലാത്തതിന്റെ ഏക ഫലമാണത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. അത് ഗവൺമെന്റിന് പല മേഖലകളിൽ ഇതിനിവിടെ ടെൻസിങ് നടത്തി ഇതിന്റെ എല്ലാ പേപ്പറുകളും ഉണ്ടാകുന്നു പറഞ്ഞു. ഇതിന്റെ പണി ഉടനെ ഉണ്ടാകും എന്ന് പറയുന്നു. ഇത് മാറി മാറി വരുന്ന സർക്കാരുകളല്ല, ഈ പറച്ചിൽ മാത്രം, എല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിന് ശാശ്വതമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പട്ടയത്തിന്റെ പ്രശ്നങ്ങൾ 1000 തവണ ഉന്നയിച്ചിട്ടുള്ളതും 1000 തവണയിൽ കൂടുതൽ ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ ഇലക്ഷൻ സമയത്തും ഇലക്ഷന് എല്ലാ പാർട്ടിക്കാർക്കും അവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ഒന്നാണ് ഇവിടുത്തെ പാലം ഉയർത്തലും ഇവിടുത്തെ പട്ടയ പ്രശ്നങ്ങളും വന്യമൃഗ ശല്യങ്ങളും. അതല്ലാതെ ഇതിലെന്തൊരു പരിഹാരം എന്താണെന്നുള്ളത് ഇവിടുത്തെ പ്രദേശവാസികൾ മടുത്തിരിക്കുന്ന കാര്യമാണ്. ഇത് 1000 തവണ പറഞ്ഞ് നിലവിൽ ഇതിനൊരു തീരുമാനമില്ല. ഇവിടെ ആളുകൾ നല്ല ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. ചോദ്യം ചെയ്യും ശക്തമായ ഒഴുക്കുള്ളപ്പോൾ തോണിയിൽ ആളുകളെ അക്കരെ എത്തിക്കുന്നത് ദുരിതം. ഇവിടുത്തെ പ്രശ്നം പാലം മുങ്ങിക്കഴിഞ്ഞാല് കുട്ടികൾ സ്കൂളിൽ പോകാനൊന്നും പറ്റില്ല. റേഷൻ കട പൂയംകുട്ടിയിലാണ്. ഈ ട്രൈബൽ കോളനിയിലേക്കും മണികണ്ഠജാലിലുള്ള ആൾക്കാർ മൊത്തം റേഷൻ വാങ്ങിക്കാൻ വരുന്നത് ഈ പൂയംകുട്ടിയിലാണ്. അതുപോലും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വള്ളത്തിൽ യാത്ര ചെയ്ത് പഠിക്കാൻ പോകാൻ പിള്ളേർക്ക് പേടിയില്ലായിരുന്നു. സ്ഥിരം വള്ളത്തിൽ കടന്നുകൊണ്ടിരുന്നുണ്ട്. ഇപ്പൊ വല്ലപ്പോഴൊക്കെ പാലം മുങ്ങുമ്പോൾ കുട്ടികൾക്ക് വള്ളത്തിൽ കയറാൻ മടി. പിന്നെ പരിചയക്കാരുടെ വീടുകളിലൊക്കെ കുട്ടികൾ കിടക്കേണ്ട അവസ്ഥ വരുന്നു. സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും പാലം മുങ്ങും. അപ്പൊ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയെല്ലാം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പട്ടയമാണ് മെയിൻ പ്രശ്നം. ഞങ്ങളുടെ കാരണന്മാരൊക്കെ ആയിട്ട് തന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ എന്റെ കാരണന്മാരുടെ തലമുറയും കഴിഞ്ഞു. നമുക്കായിട്ട് പോലും പട്ടയം കിട്ടാത്ത അവസ്ഥയാണ്. പല കാര്യങ്ങൾക്കും പിള്ളേരെ പഠിപ്പിക്കാൻ ലോൺ എടുക്കാനും ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ 2000 രൂപ വീതമൊക്കെ പ്രായമായവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ളവർക്ക് കിട്ടാത്ത അവസ്ഥയാണ്. മഴക്കാലത്ത് ഇവിടെ ദുരിതം വർഷങ്ങളായി. ആദ്യം ചപ്പാത്ത് ആദ്യം ഒരു കല്ല് ചപ്പാത്ത്, പിന്നെ അതിനുശേഷം ചെറിയ ചപ്പാത്തായി. ഒരു കിഴക്കൊരു മഴ പെയ്യുമ്പോൾ മൂന്നാറിന് ഇപ്പോഴും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്ത് മൂടിപ്പോയി. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് തുടരും. ഇവിടെ ഒരു നല്ലൊരു പാലം വന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നം തീരുള്ളൂ. ഇത് കൂടാതെ വന്യമൃഗങ്ങളുടെ ശല്യം. മൊത്തത്തില് ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 1980 കാലഘട്ടങ്ങളിൽ ഈ മണികണ്ഠൻചാലിൽ താമസിക്കാനായിട്ട് വന്നതാണ്. അന്ന് ഞാൻ കുട്ടമ്പഴ സ്കൂളിൽ ഇവിടുന്ന് നടന്നു പോകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന് വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് 57 വയസ്സായി. ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കാത്ത എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആരോഗ്യം ശക്തിയല്ല ഈ മണികണ്ഠൻചാൽ പ്രദേശത്ത് ഉപയോഗിച്ച് ഞാൻ തീർത്തു എൻ്റെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഇന്ന് മണികണ്ഠൻചാലിന് ഉണ്ടായിട്ടില്ല. 1 പാലം, 2 പട്ടയ പ്രശ്നങ്ങൾ, 3 ആനശല്യം, പിന്നെ ഇല്ലാത്ത മൃഗങ്ങളല്ല, മ്ലാവ്, പന്നി, കേഴ, കുരങ്ങ്, അണ്ണാൻ, ഇവയെല്ലാം തെങ്ങ് ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കൃഷി ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സംരക്ഷണം തരാൻ ഒരു സർക്കാരോ ഒരു നിയമപാലകരോ ഒരു ഉദ്യോഗസ്ഥന്മാരോ ഇല്ല. പരാതി കൊടുത്തും നിവേദനം കൊടുത്തും മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുത്തും പാലത്തിന് വരെ ഓർഡറും രേഖകളിലായിട്ടുണ്ട്. പക്ഷെ
പാലം പണിത് തരാൻ ഇതുവരെ ഒരു നടപടിയായിട്ടില്ല. 2 മഴ അടുപ്പിച്ച് പെയ്താൽ അപ്പം തന്നെ പാലം മൂടുന്നു. മണികണ്ഠൻചാല്, വെള്ളാരംകുത്ത്, ഉറിയംപെട്ടി എന്ന് പറഞ്ഞ ആദിവാസി മേഖലകളിലാണ് കൂടി 1500ഓളം കുടുംബക്കാർ താമസിക്കുന്ന ഈ പ്രദേശത്ത് യാത്രാ സൗകര്യങ്ങൾ വളരെ ദുസ്സഹമായി വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് രാത്രിയിൽ ആനയെ തള്ളി പന്തം കത്തിച്ചും പടക്കം പൊട്ടിച്ചൊക്കെ ഓടിച്ച് ഞങ്ങൾക്ക് ഒരു ആശുപത്രി പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും ഞങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് പാലം മൂടി കിടക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഈരച്ചങ്ങാടം ഉണ്ടാക്കിയും ടയറുണ്ടാക്കിയും ട്യൂബയിലൊക്കെയാണ് ഞങ്ങൾ ആളുകളെ കടത്തിക്കൊണ്ടിരിക്കുന്നത്. 5-8 പേര് ഈ 3 വർഷം കൊണ്ട് ഒരു 8ഓളം ആളുകൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാതെ ഈ പുഴയുടെ ഈ സൈഡിൽ വന്ന് കിടന്ന് മരണപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാവി തലമുറകളെല്ലാം ഇവിടെ ജീവിക്കാൻ വയ്യാത്ത രീതിയിൽ അവർ ദുസ്സഹമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങൾക്ക് പണ്ട് കാലത്ത്, അതായത് ഒരു 24 വർഷം മുമ്പ് ഉണ്ടാക്കി തന്ന ഒരു ചപ്പാത്താണിത്. ഇതിന്റെ അടിവശം മുഴുവൻ ദ്രവിച്ച് വിറ്റ് പൊക്കോണ്ടിരിക്കുക. ഇതേ കിടക്കുന്ന കുളിച്ചു കിടക്കുന്ന ഭാഗങ്ങൾ അടി ഏത് നിമിഷവും തള്ളിപ്പോ. ഇനി ഒരു പെരുവെള്ളം വന്നാൽ ഒരു തടി ഇടിച്ചു കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ കാര്യം ഓക്കായി. ഞങ്ങളുടെ ജീവിതങ്ങൾ കഷ്ടത്തിലായി. ഞങ്ങൾക്കൊരു ആശുപത്രി പോകാനോ ഒരു മറ്റു കാര്യങ്ങൾക്ക് നടത്താൻ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ പൂയംകുട്ടിയിൽ നിന്ന് നേരം വെളുപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക്. കൊതുക് കടി കൊണ്ട് വെള്ളത്തിൽ നിന്ന് തണുപ്പ് പഠിച്ച് ഒരാഴ്ചത്തേക്ക് ആശുപത്രി വാസം കൂടെ അനുഭവിക്കേണ്ട ഒരു ഗതികളാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഒന്നാമത് ഞങ്ങളുടെ ദാരിദ്ര്യം ഞങ്ങളെ ചൂഷണം ചെയ്യുന്നു, മൃഗങ്ങൾ ചൂഷണം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മേലധികാരികൾ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ സർക്കാർ ഞങ്ങൾക്ക് ഒരു കണ്ണു തുറന്നൊരു നീതി ഉണ്ടാക്കി തന്നെങ്കിലേ മതിയാവുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കണം. ഞങ്ങൾക്ക് ഇവിടുന്ന് എങ്ങും പോകാൻ ഇനി ഒരു വശമില്ലാത്തൊരു അവസ്ഥയാണ്. ഞങ്ങൾക്ക് പുതിയൊരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ചുണ്ടാക്കി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പുനർനിർമ്മിക്കാൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങളുടെ ഈ ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളുടെ കണ്ടോ, അവരിന്ന് ഇവിടെ വന്നൊന്ന് കരയും. അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റുന്നില്ല. അവർ പൂയംകൂട്ടിൽ വന്ന് നിന്നിട്ട് തലേദിവസം വന്നിട്ട് ആ ഉടുത്ത വസ്ത്രത്തോടു കൂടി നിന്ന് ഭക്ഷണം കഴിക്കാതെ അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആളുകളെ എടുത്തു നടത്തിക്കൊണ്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഞങ്ങൾ ഇത് എങ്ങനെ ഇത് സഹിക്കാൻ പറ്റുന്നത്? ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കാരണവന്മാർ ഇതെല്ലാം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ കാവലിരിക്കുകയാണ്. വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഉണ്ടാക്കി വെച്ച ഭക്ഷണമായിട്ട് കാവലിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഈ ജീവിതത്തിന് സാഹചര്യത്തിൽ ഒരു മാറ്റം വന്ന് ഞങ്ങൾക്ക് ഭരണകർത്താക്കൾ ഞങ്ങളുടെ നേരെ കണ്ണു തുറന്ന് ഞങ്ങൾക്കൊരു പാലം വേണം, ഞങ്ങൾക്ക് പട്ടയം കിട്ടണം, ഞങ്ങളുടെ കുഞ്ഞു മക്കളെ ഞങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ അവർക്കൊരു ജോലി സമ്പാദിക്കണേ, ഡിഗ്രി ഒക്കെ എടുക്കണേ, പണം വേണം. ഞങ്ങളുടെ ഭൂമി പണയം എടുക്കില്ല. ഞങ്ങൾക്ക് ബാങ്കിൽ ചെന്ന് 5 പൈസ കിട്ടില്ല. 5000 രൂപ ഒരു ലോൺ തരും ഞങ്ങൾക്ക്. ഈ 5000 രൂപ ലോൺ എടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ സൊസൈറ്റി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോണാ 5000 രൂപ. അത് കൂടുതൽ ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ പിള്ളേർക്ക് വണ്ടിക്കാശ് കൊടുക്കാൻ തികയില്ല. ഞങ്ങളുടെ ഭൂമികൾ പട്ടയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ബാങ്കിലോ മറ്റൊരു ലോൺ പെടുത്തി നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാനും അവർക്ക് ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനും ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾക്ക് ഇതിന് തീരുമാനം ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ. ഞങ്ങൾ വർഷങ്ങളായിട്ട് നടപടി കൊടുക്കാം. ഇവിടെ വെള്ളം കയറി ഓരോ ആദിവാസികൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികളും മരണപ്പെടുമ്പോൾ ഒരു ചാനലും അല്ലെ ഒരു പ്രസ്താവനയും ഒരു ഒച്ചപ്പാടും ബഹളവും മന്ത്രിമാരും MLA മാരും പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നൊരു ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ശരിയാക്കാം, ഞങ്ങളുടെ പേപ്പർ ഒപ്പിട്ടോ, അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറഞ്ഞ് ഞങ്ങളെ കബളിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങൾ ഇത് സഹിച്ചു മടുത്തു. വർഷങ്ങളായിട്ട് ഇപ്പൊ 44 വർഷമായി ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ ഇത് കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള തലമുറകൾ വരുന്ന കുട്ടികൾക്ക് ഇതൊന്നും സഹിക്കാനോ പിടിച്ചു നിൽക്കാനുള്ള ഊർജ്ജം അവർക്കില്ല, അവർക്ക് ശക്തിയില്ല, അവർക്ക് അതിനുള്ള ഒരു തന്റേടം പോലും വന്നിട്ടില്ല. ഞങ്ങൾ ഈ ആനയെ മാറ്റി അതുപോലെ ഈ മൃഗങ്ങളെ ഒഴിവാക്കി ഞങ്ങൾ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാതെ നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ മനുഷ്യരാണ്, നിങ്ങളെ പോലെ. ഞങ്ങൾക്ക് ജോലിയില്ല. ഞങ്ങൾ കൂലിപ്പണി എടുത്തും അധ്വാനിച്ചും ഞങ്ങളുടെ മണ്ണിൽ കട്ടക്കപ്പ് വേവിച്ചു തിന്നും റബ്ബർ വെട്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിന് തുച്ഛമായ വരുമാനം കൊണ്ട് ഉപ്പിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വരാതെ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഞങ്ങളുടെ ഭാവി തലമുറക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾക്ക് ഈ പാലം ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ. ഒരു 3-4 മീറ്റർ ഉയരത്തിൽ ഞങ്ങൾക്ക് ഒരു പാലം ഉണ്ടാക്കി തരണം. അതിനുള്ള എസ്റ്റിമേറ്റ് വരെ സർക്കാർ എടുത്തു പോയാൽ 18 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാലും അതിലൊക്കെ താഴെ മതി. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം സംവിധാനം ചെയ്ത് ഡ്രില്ലിംഗ് എല്ലാം നടത്തി മണ്ണ് പരിശോധന വരെ കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് നടത്തി തന്നതാണ്. ഉടനെ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു സ്വപ്നമൊക്കെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ട് പോയെന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. 1500 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നവരുടെ വേദനകൾ ഈ ജനങ്ങളും ഈ ഭരണകർത്താക്കളും മനസ്സിലാക്കി ഞങ്ങൾക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം. ഞങ്ങളുടെ ഭൂമിക്ക് പട്ടയം വേണം, ഞങ്ങൾക്ക് പാലം വേണം, മൃഗങ്ങളെ മാറ്റി നിർത്തി വനത്തിലേക്ക് മാറ്റി ഓടിച്ചു നിർത്താനുള്ള റെയിൽ ഫെൻസിങ്ങോ റെഞ്ചുകളോ താത്തി മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം കാണിച്ചു തരണം. അതിന് സർക്കാർ ഇടപെടണം. കോടിക്കണക്കിന് രൂപ സർക്കാരിന് ഫണ്ടും വകയിരുത്തി മാറ്റിയിരുത്താൻ സാധിക്കുമെങ്കിൽ ഈ പാവപ്പെട്ട ഞങ്ങളുടെ കണ്ണിലെ കണ്ണീരൊന്ന് കണ്ട് ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തന്ന് ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ജനങ്ങളെല്ലാം ഇവിടെ വന്ന് ഇത് പറയാൻ വേണ്ടി ഓടി വന്നു. ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വന്നു. ഞങ്ങളുടെ ഈ കരച്ചില്, ഞങ്ങളുടെ ഈ കഷ്ടപ്പാട്, കണ്ണീരും വിഷമവും ജനം കാണുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായി ഞങ്ങൾക്ക് ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശബ്ദമുയർത്തണം. ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചേ പറ്റുള്ളൂ. ഇതിനൊരു പരിഹാരം സർക്കാർ ഉണ്ടാക്കണം, ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കണം. ഞങ്ങളുടെ അവകാശമാണിത്. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ സംരക്ഷിച്ച് ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരണം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. മണികണ്ഠൻചാൽ ചപ്പാത്ത് പുതുക്കിപ്പണിത് പാലം വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്.
ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ 77 മുമ്പ് കുടിയേറിയ ആളുകളാണ് ഏറ്റവും കൂടുതൽ. നിരവധി ആളുകളുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഈ ചപ്പാത്ത് മാറ്റി പുതിയ പാലം വേണമെന്നത്. മഴക്കാലമായാൽ ചപ്പാത്ത് വളരെ പെട്ടെന്ന് വെള്ളത്തിനടിയിലാവുകയും ചിലപ്പോൾ ആഴ്ചകളോളം കഴിഞ്ഞായിരിക്കും ഈ പാലം തെളിഞ്ഞു വരുന്നത്. അതുവരെ മറുകരകളിലും ഇരുകരകളിലുമായിട്ട് ആളുകൾ കുടുംബസമേതം താമസിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പാടുകൾ വർഷങ്ങളായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കുടിയേറ്റ മേഖലയായ മണികണ്ഠൻചാലില് പട്ടയത്തിനൊരു പ്രശ്നമുണ്ട്. പട്ടയത്തോടൊപ്പം തന്നെ ഈ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. കൃഷി ചെയ്യാൻ പറ്റില്ല, മറ്റ് വീടുകളിൽ ജീവിക്കാൻ സ്വസ്ഥമായി കഴിയാത്ത സാഹചര്യമുണ്ട് ഈ വന്യമൃഗങ്ങളെ കൊണ്ട്. ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ മഴക്കാലത്ത് മാത്രം അനുഭവപ്പെടുന്ന രൂക്ഷമായ യാത്രാക്ലേശം. നിരവധി ബസ്സുകൾ 44ഓളം ട്രിപ്പുകൾ നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ KSRTC ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. അവർക്കൊക്കെ വന്ന് തങ്ങാനും അവർക്ക് സൂക്ഷ്മമായി സന്തോഷത്തോടെ കടന്നു പോകാനുമുള്ള സാഹചര്യം പോലും ഈ ചപ്പാത്തിലില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ട് ചപ്പാത്ത് പാലമാക്കണമെന്ന ആവശ്യം വർഷങ്ങളായിട്ട് നിൽക്കുമ്പോൾ ഇതിനെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്, സർക്കാരുകൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ആവേശത്തോടെ ആളുകൾ കാത്തിരിക്കുന്നതല്ലാണ്ട് ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വർഷവും കടന്നു പോകുന്നത്. ഓരോ വർഷകാലത്തും ആദിവാസി കുടികൾ ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഏക കവാടം കൂടിയാണ് ഈ മണികണ്ഠൻചാൽ ചപ്പാത്ത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ വന്യമൃഗ ശല്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഈ പാലം ഒന്ന് വികസിച്ചു കഴിഞ്ഞാൽ, പാലം ഒന്ന് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ സ്വൈര ജീവിതവും സമാധാനത്തിലുള്ള ജീവിതവും അവരുടെ വിദ്യാഭ്യാസവും വിവാഹവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭംഗിയായി നടക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിലേക്ക് വേണ്ടിയിട്ട് മണികണ്ഠൻചാൽ പാലം ഈ സ്ഥലം മാറ്റിയാണെങ്കിലും പുതുക്കിപ്പണിത് തൊട്ട് താഴേക്ക് മാറ്റിയാണെങ്കിൽ നന്നായിട്ട് പണിയാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. വനം വകുപ്പും ഒക്കെ ഇടപെട്ട് വളരെ പെട്ടെന്ന് ഈ പാലം ചപ്പാത്ത് എന്നത് പാലമാക്കി മാറ്റി ഉണ്ടാകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. മണികണ്ഠൻചാൽ ചപ്പാത്തിനെ ആശ്രയിക്കുന്നവരുടെ ദുരിതമാണ് നമ്മൾ കേട്ടത്. എത്രയും വേഗം പാലം നിർമ്മിച്ച് ഇവരുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പൂയംകുട്ടിയിലെ മണികണ്ഠൻചാൽ ചപ്പാത്തിൽ നിന്നും ചാൾസൻ കോതമംഗലം.